ഒന്ന് ആലോചിച്ച് നോക്കി, ഞാനൊന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ എനിക്കൊരു കംപ്ലൈന്റ് ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഞാനല്ലാതെ അവിടെ വേറൊരു പെണ്ണില്ല. എനിക്കൊരു പ്രശ്നം പറഞ്ഞാൽ എന്റെ പ്രശ്നം പോലെ ആയിരിക്കില്ല ചേട്ടന്റെ പ്രശ്നം. എന്നെ പേഴ്സണലി അല്ലെ ഇമോഷണലി എഫക്ട് ചെയ്ത രീതിയിലായിരിക്കില്ല ചേട്ടനെ അത് എഫക്ട് ചെയ്യുന്നത്. ഒരാള് നമ്മളെ തെറി വിളിച്ചാൽ അല്ലെ ഒരാള് നമ്മളെ പേഴ്സണലി അറ്റാക്ക് ചെയ്താൽ എനിക്ക് തോന്നുന്നല്ല ഒരു സ്ത്രീ എന്നുള്ള പ്രൊഡ്യൂസർ അസോസിയേഷനിലെ വനിതാ പ്രൊഡ്യൂസേഴ്സ് വളരെ കുറവാണ് കേട്ടോ, വളരെ കുറവാണ്. 2-3 പേര്, അത്രേ ഉള്ളൂ. പക്ഷെ ഒരാള് പോലും പേരിനൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഇല്ല. പേരിനെങ്കിലും ഒരാളെ ഇരുത്തണ്ടേ. അപ്പം പക്ഷെ എത്രയോ ഭാര്യമാര് പേരിൽ സിനിമ ചെയ്യുന്നു, ഒരാള് പോലും ഒരു സ്ത്രീ റെപ്രസെന്റേറ്റീവ് ആയിട്ട് എവിടെയും ഇല്ല. അമ്മയില് മാത്രമാണ് ആ കാര്യത്തില് ഒരു സ്ത്രീ ഉള്ളത്. FFKയിലും ഇല്ല, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലും ഇല്ല, എക്സിബിറ്റേഴ്സിലും ഇല്ല, എവിടെയും ഇല്ല. അമ്മയിലുണ്ട്, അമ്മ മാത്രമാണ് അതിലൊരു എക്സെപ്ഷൻ ആയിട്ടുള്ളത്. ഡോമിനേഷൻ എന്നതിനേക്കാൾ ഒരു ഈക്വാലിറ്റി കൊണ്ടുവരിക. നമുക്ക് ചില കാര്യങ്ങളൊക്കെ പറയാൻ പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങൾ തന്നെ വേണം, പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു ഇതായിരിക്കണ്ടേ. ഇപ്പം ജസ്റ്റിസ് ഹേമ കമ്മീഷൻ വന്ന സമയത്ത് ഞാൻ ആകെ കൂടി പറഞ്ഞൊരു കാര്യം അതാണ്, സ്ത്രീകളുടെ ഒരു പങ്കാളിത്തം കൂടി എല്ലായിടത്തും വരണം എന്നുള്ളത്. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈക്വൽ പേ ഒന്നും ഞാൻ പോലും ചെയ്യില്ല. അപ്പൊ ഈക്വൽ പേക്ക് അല്ല, നമ്മൾ അതുപോലെ വാല്യൂ ഉണ്ടാക്കിയാൽ റെഡിയാണ് നമ്മൾ കൊടുക്കാൻ. വാല്യൂ ഇല്ലാത്ത ഒരാൾക്ക് നമ്മൾ എങ്ങനെയാണ് ഈക്വൽ പേ എന്ന് പറഞ്ഞെടുത്ത് നടക്കത്തില്ല. ഇപ്പൊ നയൻതാര ഹീറോയിനായിട്ട് അഭിനയിക്കുന്ന പടത്തിൽ ഹീറോയിസിന് അവരെ പകുതി ശമ്പളം ഉള്ളൂ പലതിലും, അവരവിടുത്തെ ടോപ്പാണ്. ഇപ്പൊ ഇവിടെ മഞ്ജു ചേച്ചി വാങ്ങുന്നുണ്ടല്ലോ, മഞ്ജു ചേച്ചി വാങ്ങുന്നുണ്ട്. അപ്പൊ അതുപോലെ വാല്യൂ ക്രിയേറ്റ് ചെയ്തിട്ട് ഇപ്പം നമ്മൾ നമ്മുടെ വാല്യൂ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിനെ കുറിച്ച് സംസാരിച്ചാൽ അത് ഓക്കെയാണ്. ഇടയ്ക്ക് ഞാൻ ആന്റി ക്രൈസ്റ്റ് എന്നൊരു പടം എടുക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് അതിലൊക്കെ വായിച്ചിരുന്നു, പിന്നെ അതിനെ കുറിച്ചൊന്നും കേട്ടിട്ടില്ല. ആന്റി ക്രൈസ്റ്റ് എൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു. ഡ്രീം പ്രോജക്റ്റ് എന്ന് പറയുന്നത് ലാലേട്ടൻ്റെ കൂടെ ഒരു പടം ചെയ്തു. പിന്നത്തെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മമ്മൂക്കയുടെ കൂടെ. നമ്മളൊരു സിനിമ കണ്ടു തുടങ്ങുന്ന പ്രായത്തിൽ കാണുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ലാലേട്ടൻ മമ്മൂക്ക ഇതാണല്ലോ ഇത്. അപ്പൊ അവരുടെ കൂടെ ഒരു സിനിമ ചെയ്യാന്നുള്ളതാണ് സിനിമ വന്നു കഴിഞ്ഞപ്പോ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പൊ ലാലേട്ടന്റെ കൂടെ പടം ചെയ്തു, മമ്മൂക്കയുടെ കൂടെ ചെയ്യണം എന്നുള്ളൊരു വലിയ ആഗ്രഹമായിരുന്നു. അതേപോലെ തന്നെ ഞാൻ ആദ്യം കേട്ട കഥയാണല്ലോ ആമേൻ. ലിജോയുടെ കൂടെ അന്ന് പടം ചെയ്യാൻ പറ്റിയില്ല, ഞാൻ അഭിനയിച്ചു. പിന്നെ ലിജോ നല്ലൊരു ഫ്രണ്ട് ആയിരുന്നു. അപ്പൊ നമ്മളെല്ലാ കാര്യങ്ങളും കൂടി ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പൊ പല സിനിമകളും ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പല കഥകളും ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്തതിൽ ലിജോയുടെ കൂടെ ഒരു പടം ചെയ്യണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. അതില് എനിക്ക് ലിജോയുടെ കൂടെ ചെയ്യാൻ ആഗ്രഹം ഒരു ലവ് സ്റ്റോറി സിനിമ ചെയ്യാനായിരുന്നു ആഗ്രഹം. പക്ഷെ ലിജോ വന്നിട്ട് ആദ്യം പറഞ്ഞത് കല്യാണം എന്ന് പറഞ്ഞിട്ടൊരു സിനിമയായിരുന്നു. പക്ഷെ ആ പടം ഡ്രോപ്പ് ചെയ്തു. രണ്ടാമത് ലിജോ പറഞ്ഞ സിനിമയായിരുന്നു ഈ ആന്റി ക്രൈസ്റ്റ്. ആന്റി ക്രൈസ്റ്റ് ലിജോ പറഞ്ഞതായതുകൊണ്ട് ഞാൻ ഓക്കെ രണ്ടും കളിപ്പിച്ച് ഓക്കെ ചെയ്യാം എന്നാണ്. എനിക്ക് എന്റെ കോൺസെപ്റ്റ് എനിക്ക് ഭയങ്കര പ്രശ്നം. എനിക്കിങ്ങനെ ഈ നെഗറ്റീവ് എനർജി, നെഗറ്റീവ് വൈബ് എന്നൊക്കെ പറയുന്ന ഒരു സാധനം എനിക്ക് എന്തോ അത് മറ്റുള്ളവരിലേക്ക് അത് സ്പ്രെഡ് ആവും എന്നുള്ളൊരു തോന്നൽ ഉള്ളിലുള്ളതുകൊണ്ടായിരിക്കാം. ഭൂതപ്രേതത്തിലേക്ക് വിശ്വാസമുണ്ടോ? ഇല്ല, പേടിയുമില്ല, അങ്ങനെ ഒരു പേടി. പക്ഷെ എനർജിയിൽ വിശ്വസിക്കുന്നുണ്ട് ഞാൻ.